നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യം ആർക്കൊപ്പം? എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അതിന്റെ കൃത്യമായ ചിത്രം രാജ്യത്തിന് ലഭിച്ചുവെങ്കിൽ പോലും എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത തള്ളിക്കളയുകയാണ് കോൺഗ്രസും CPM-ഉം ഒക്കെ ഉൾപ്പെടുന്ന പ്രതിപക്ഷ നിര. ഇതിന്റെ ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. 2014 UPAക്ക് 115 സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോളുകൾ പറഞ്ഞത്. എന്നാൽ 60 സീറ്റുകൾ മാത്രമായിരുന്നു നേടാനായത്. കോൺഗ്രസിനെ സംബന്ധിച്ച് തീർച്ചയായും അപ്രതീക്ഷിതമായൊരു തിരിച്ചടി തന്നെയായിരുന്നു ആ വർഷം ഉണ്ടായത്. 2019 കോൺഗ്രസ് അനുകൂല വികാരം രാജ്യത്തൊട്ടാകെ പ്രതിഫലിച്ചിരുന്നുവെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പ് ഫലത്തെയോ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലത്തെയോ സ്വാധീനിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ തയ്യാറാക്കുന്നത്, ആരോടൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സിറ്റ് പോളുകൾ യഥാർത്ഥത്തിൽ വിലയിരുത്തേണ്ടത് എത്ര സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. രാജ്യത്തിന്റെ ഏതെല്ലാം പ്രദേശങ്ങളെ ഉൾപ്പെടുത്താൻ സാധിച്ചു, വോട്ടർ നൽകിയ വിവരങ്ങളൊക്കെയും പൂർണ്ണമായും സത്യമാണോ എന്നതൊക്കെയാണ് എക്സിറ്റ് പോളിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം. വോട്ടർ തങ്ങളുടെ ചായ്വ് മറച്ചു വെക്കാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. സാമ്പിളുകൾ ശേഖരിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണെങ്കിൽ അതും ഫലത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും എക്സിറ്റ് പോൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ BJP ക്യാമ്പുകൾ വലിയ ആവേശത്തിലാണ്. പക്ഷേ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലൂപ്പ് ഹോൾ, എന്തെങ്കിലുമൊക്കെ പഴുതുകൾ കണ്ടുപിടിച്ചുകൊണ്ട് പഴയ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ നിര. ന്യൂസ് ഡെസ്ക് മലയാളം.